മെഡിക്കൽ കോഴ്സുകളായ MBBS, BDS, BAMS, BHMS എന്നിവ പഠിക്കുന്നതിനായി സ്വകാര്യ സർക്കാർ കോളേജുകളിലേക്ക് ഇന്ത്യയിൽ നടന്നുവരുന്ന പൊതുപ്രവേശന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. വിദ്യാഭ്യാസ മേഖലയിലെ ഗ്ലാമറസ് കോഴ്സുകളായ മെഡിക്കൽ രംഗത്തേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നതും ഏറെ സുരക്ഷാ ചട്ടങ്ങൾക്കുള്ളിൽ നടത്തപ്പെടുന്നതുമായ നീറ്റ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന NTA ആണ്. മുൻ വർഷങ്ങളിൽ പരീക്ഷാ നടത്തിപ്പിലെ സുരക്ഷാ ചട്ടങ്ങളുടെ കടുംപിടുത്തം മൂലം പരാതികൾ ഉയർന്നിരുന്ന നീറ്റിൽ പക്ഷേ ഈ തവണ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നെന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തിയ ആരോപണത്തിനൊടുവിൽ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ട് NTAക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന പ്രവേശന പരീക്ഷകളിലൊന്നിലുണ്ടായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയർന്നിട്ടുള്ള നീറ്റ് തട്ടിപ്പ് ആരോപണം എന്താണ്? നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നെന്നും പരീക്ഷ എഴുതിയവരുടെ മാർക്കുകളിലടക്കം കൃത്രിമം നടന്നെന്നുമാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ഈ വർഷത്തെ നീറ്റ് എക്സാം മെയ് 5-നായിരുന്നു നടത്തിയത്. രാജ്യത്തൊട്ടാകെ 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ ഫലം ജൂൺ 14-നായിരുന്നു പുറത്തുവിടുക എന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും അതിനേക്കാൾ 10 ദിവസം നേരത്തെ ജൂൺ 4-ന് തന്നെ NTA ഫലം പുറത്തുവിടുകയുണ്ടായി. ഈ വർഷം ഫെബ്രുവരി 9 മുതൽ മാർച്ച് 16 വരെയായിരുന്നു നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. എന്നാൽ പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി മാർച്ച് 16-ന് രജിസ്ട്രേഷൻ അവസാനിച്ചതിന് ശേഷം ഏപ്രിൽ 9-10 ദിവസങ്ങളിൽ NTA രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആക്കുകയും രജിസ്ട്രേഷന് അവസരം നൽകുകയും ചെയ്തു. പരീക്ഷാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി എന്നാണ് NTA നൽകുന്ന മറുപടി. മെയ് 5 നീറ്റ് എക്സാം നടക്കുന്ന ദിവസം രാജസ്ഥാനിലെ സവായ് മധോപൂരിലെ പരീക്ഷാ സെന്ററിൽ ക്വസ്റ്റ്യൻ പേപ്പർ തിരിമറി നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഉത്തരങ്ങൾ അടയാളപ്പെടുത്തിയ ചോദ്യപേപ്പറുകളും ഹിന്ദി മീഡിയം പരീക്ഷാർത്ഥികൾക്ക് ഇംഗ്ലീഷിലുള്ള പേപ്പറുകളുമായിരുന്നു ലഭിച്ചത്. ഈ പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ചതായും പ്രശ്നം നേരിട്ട 120ഓളം വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയതായി NTA അന്ന് തന്നെ അറിയിക്കുകയുണ്ടായി. ജൂൺ 14-ന് പരീക്ഷാ ഫലം വരുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരുന്നെങ്കിലും 10 ദിവസം നേരത്തെ ജൂൺ 4-ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിടുന്ന ദിവസം തന്നെ NTA നീറ്റ് പരീക്ഷാ ഫലം പുറത്തിറക്കി. സാധാരണയിൽ നിന്നും നേരത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം തന്നെ പരീക്ഷാ ഫലവും പുറത്തിറക്കിയത് വലിയ രൂപത്തിലുള്ള മാധ്യമ ശ്രദ്ധ ഉണ്ടാവാതിരിക്കാനാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഫലം പുറത്തു വന്നപ്പോൾ 67 പേർ 720-ൽ 720 മാർക്കുകൾ നേടിയിട്ടുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്കുകൾ നേടുന്നത് ആദ്യ സംഭവമല്ലെങ്കിലും ഇത്രയധികം പേർക്ക് മുഴുവൻ മാർക്കുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നത്ര എളുപ്പമായിരുന്നില്ല പരീക്ഷയെന്ന് ഫലം വന്ന ഉടനെ തന്നെ പരീക്ഷ എഴുതിയവരുടെ ഭാഗത്തു നിന്നടക്കം പ്രതികരണങ്ങളും ഉണ്ടായി. കൂടാതെ ആദ്യ 100 റാങ്ക് നേടിയവരിൽ 8 പേർ ഒരേ പരീക്ഷാ സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും ഉയർന്നു. ഓൾ ഇന്ത്യ റാങ്കിൽ 62 മുതൽ 69 വരെയുള്ളവർ ഡൽഹി, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവരുടെ റോൾ നമ്പറുകൾ തമ്മിൽ വലിയ സാമ്യമുള്ളതുമായിരുന്നു ഇതിന് കാരണം. ഇതിൽ 62 മുതൽ 67-ാം റാങ്ക് വരെയുള്ളവർ മുഴുവൻ മാർക്കുകൾ നേടിയവരായിരുന്നു. എന്നാൽ ഇതിനു ശേഷമുള്ള 68, 69 റാങ്കുകാർക്ക് 719-ഉം 718 മാർക്കുകളായിരുന്നു ലഭിച്ചത്. നീറ്റ് പരീക്ഷയ്ക്ക് മാർക്കിടുന്ന രീതി അനുസരിച്ച് ഇതൊരിക്കലും നടക്കാൻ സാധ്യതയുള്ളതായിരുന്നില്ല. കാരണം ശരിയാകുന്ന ഓരോ ഉത്തരത്തിനും 4 മാർക്കുകളും തെറ്റുത്തരത്തിന് 1 മൈനസ് മാർക്കും ഒന്നും എഴുതാതെ ഒഴിവാക്കുന്ന ചോദ്യങ്ങൾക്ക് 0 മാർക്കും നൽകുക എന്നതാണ് രീതി. ഈ രീതി അനുസരിച്ച് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകളാണ് 718-ഉം 719-ഉം. ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെയും അടിസ്ഥാനരഹിതമാണെന്നാണ് വിഷയത്തിൽ NDAയുടെ പ്രതികരണം. പരീക്ഷാ സെന്ററിൽ നടത്തിപ്പുകാർ മൂലം ചിലർക്ക് സമയം നഷ്ടമാകുകയാണെങ്കിൽ അതിന് ബദലായി മാർക്ക് നൽകാനുള്ള നിയമമുണ്ടെന്നും അങ്ങനെയാണ് ഈ മാർക്കുകൾ വന്നിട്ടുള്ളതെന്നുമായിരുന്നു NTA പറഞ്ഞത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കോടതികളിൽ പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച ആരോപിച്ച് പരാതികൾ ലഭിക്കുകയുണ്ടായി. കൂടാതെ പ്രതിപക്ഷ കക്ഷികളടക്കം വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. ഭരണത്തിലേറുന്നതിന് മുൻപേ മോദി രാജ്യത്തെ 24 ലക്ഷം കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ പ്രതികരിക്കുകയുണ്ടായി. വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യവുമായി VD സതീശനും ഉയർന്ന റാങ്കുകളിലടക്കം ചില പ്രദേശത്തെ ആളുകളെ കുത്തിക്കയറ്റാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും കേന്ദ്ര സർക്കാരിനോടും NTA യോടും നടപടി കൈക്കൊള്ളാനടക്കം നോട്ടീസും അയച്ചു കഴിഞ്ഞു.